നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. 2026 ജനുവരി 13. ഈ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ ഈ ഭൂമിയിൽ ഭൂജാതനായ ദിവസമാണ്. തമ്പാനൂരിൽ ജനിച്ച് വളർന്ന് ജീവിതത്തിൻ്റെ നല്ല കാലം വിദേശത്ത് കഴിയുകയും അതിനിടയിൽ സാഹിത്യവും കലയും എഴുത്തും സംവിധാനവും അങ്ങനെ നിരവധി മേഖലകളിൽ വ്യാപരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു ട്രെയിൻ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ പോലെ മലയും കുന്നും കാടും പടലും മരുഭൂമിയും ആളില്ലാ വനങ്ങളും അങ്ങനെ കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിലേക്കുള്ള ഒരു യാത്ര പോലെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേട്ടങ്ങളും കോട്ടങ്ങളും മനസ്സിന് സന്തോഷവും സമാധാനവും അങ്ങനെ എല്ലാം കൂടി സന്നിവേശിപ്പിക്കുന്ന ഒരു ജീവിതം. പ്രത്യേകതകളൊന്നുമില്ല എങ്കിലും രാവിലെ ഉണർന്ന് അമ്പല ദർശനമൊക്കെ കഴിഞ്ഞ് എഴുത്തിൻ്റെ മേഖലയിൽ എന്തേലും കുത്തിക്കുറിച്ച് കടന്നു പോകുന്നൊരു ദിനം. പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ 58ഓളം പുസ്തകങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നു 10-35 വർഷക്കാലത്തെ സാഹിത്യ സബരിയിൽ. അതിനിടയിൽ 8 വർഷം കൊണ്ട് എഴുതിയ ശങ്കജം എന്ന നോവൽ, വലിയ മുത്ത് എന്ന അർത്ഥം വരുന്ന ശങ്കജം എന്ന നോവൽ സ്പാർക്ക് മീഡിയയിലൂടെ 36 എപ്പിസോഡുകളായി ഞാൻ തന്നെ വായിച്ചവതരിപ്പിച്ച ഒന്ന്. ഇന്നും ആയിരക്കണക്കിന് ആൾക്കാർ അത് ശ്രവിക്കുന്നു. അതിൻ്റെ ദൃശ്യാനുഭവങ്ങളും അതെല്ലാം മറക്കാൻ കഴിയില്ല. ഒരു നോവലിന് ലഭിക്കുന്ന ഒരു വലിയൊരു അംഗീകാരം. സ്പാർക്ക് മീഡിയയുടെ പേഴ്സണായ ഷീജ വിജയും അവരുടെ ഗ്രൂപ്പിനും ഒക്കെ നന്ദി പറയാതെ കടന്നു പോകാൻ കഴിയില്ല. ഷീജ അജയാണ്. അതിനുശേഷം കാലമേ പാർവതിയോട് പറയൂ എന്നുള്ള 101 കവിതകൾ, അതും സ്പാർക്ക് മീഡിയയിലൂടെയാണ് പ്രക്ഷേപണം ചെയ്തത്. ഇന്നും ആയിരക്കണക്കിന് ആൾക്കാർ അത് കേൾക്കുന്നു. അതിനുവേണ്ടി സംഗീതവും ദൃശ്യങ്ങളും അതിനുവേണ്ട ഒരുക്കങ്ങളെല്ലാം ചെയ്തു തന്ന പത്രപ്രവർത്തകനും എഴുത്തുകാരനും ബഹുമുഖ പ്രതിഭയാണ്. അതൊന്നും പറഞ്ഞാൽ തീരില്ല. ഫേസ്ബുക്കിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയൊരു എഴുത്തുകാരൻ, ഖത്തർ ടൈംസിൻ്റെ എഡിറ്ററുമൊക്കെ ആയ ശ്രീ മുഹമ്മദ് സഹീർ ഭണ്ഡാരത്തിന് അദ്ദേഹമാണ് അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നത്. നമ്മെ സഹായിക്കുന്നവരും നമ്മെക്കുറിച്ച് പറയുന്നവരും 9 വർഷത്തോളമായി ഞങ്ങൾ നേരിൽ കണ്ടിട്ട് തന്നെ ഇതുവരെ നേരിൽ കണ്ടിട്ടില്ല. അദ്ദേഹം എൻ്റെ ആ കവിതാ സമാഹാരം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ 101 കവിതകൾ 101 എപ്പിസോഡായി സ്പാർക്ക് മീഡിയയിലൂടെ വരുമ്പോൾ അതും ആയിരങ്ങളാണ് കാണുകയും കേൾക്കുകയും അഭിപ്രായങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്തത്. അങ്ങനെ നിരവധി സാഹിത്യ സംരംഭങ്ങൾ. 32 വർഷത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞ് ജീവിതത്തിൻ്റെ സായന്തനം എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ചുറുചുറുക്കോടെ മുന്നോട്ട് പോകുമ്പോൾ എത്രയോ അനുഭവങ്ങൾ, എത്രയോ പേരെ കണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു തിരമാല പോലെ വീണ്ടും കടലിൽ നിന്നും കരയിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു തിരമാല പോലെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. അത്
ദൈവാനുഗ്രഹമായി ഞാൻ കരുതുന്നു. എൻ്റെ ഒരേ ഒരു മകൻ വിശാഖ മഹേശ്വർ, അയാൾ വിവാഹിതനാകാൻ പോവുകയാണ്. അതും ജീവിതത്തിലെ ഒരു വലിയൊരു സന്തോഷത്തിൻ്റെ നിറച്ചാർത്താണ്. അതുപോലെ തന്നെ എൻ്റെയും എൻ്റെ സാഹിത്യ സബരിയെയും എൻ്റെ സാഹിത്യ സൃഷ്ടിയെയും സ്നേഹിക്കുന്ന നിരവധി ബന്ധുക്കൾ. എടുത്തു പറയേണ്ടത് എൻ്റെ വാമഭാഗം തന്നെ. എൻ്റെ ശങ്കജം നോവലും മിക്ക കൃതികളും പകർത്തിയെഴുതിയത് അവരാണ്. അവരുടെ സപ്പോർട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു എഴുത്തുകാരൻ എന്ന മേൽവിലാസം ഉണ്ടാകില്ലായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജീവിതം അങ്ങനെ അടിവെച്ച് മുന്നോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ കൃഷ്ണശിലയായി എന്നുള്ളൊരു പരമ്പര അപ്രതീക്ഷിതമായിട്ടുള്ളൊരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ ചെയ്തു തുടങ്ങിയാണ്. കൃഷ്ണശിലയായി കൃഷ്ണശിലയിലാണ് ശില്പങ്ങളെല്ലാം കൊത്തിയെടുക്കുക. അത് കാലാതീതമാണ്. അങ്ങനെ മനസ്സിനേറ്റൊരു മുറിവിൽ നിന്നും ഉയർന്നു പൊങ്ങിയ ഒരു അഗ്നിനാളം, ആ അഗ്നിനാളത്തിൽ നിന്നാണ് കൃഷ്ണശിലയായി എന്ന പരമ്പര ആരംഭിക്കുന്നത്. ഡോക്ടർ ജി രാമചന്ദ്രൻ, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി വന്ന് താമസിച്ചും അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിൽ വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറും ദേശീയോത്തമ ബിരുദമൊക്കെ നേടിയ അദ്ദേഹത്തെ കാണുകയും ഞാൻ കള്ളനല്ല എന്നാൽ കള്ളനാണ് എന്നുള്ളൊരു കവിതാ സമാഹാരത്തിന് ആമുഖം എഴുതുകയും ഒക്കെ ചെയ്ത അദ്ദേഹത്തെക്കുറിച്ചാണ് ഞാൻ കൃഷ്ണശിലയായി എന്ന എപ്പിസോഡ് തുടങ്ങുന്നത്. അതിനുശേഷം നിരവധി പേർ, ഭാരതരത്നം കിട്ടിയ ശ്രീമതി എം എസ് സുബ്ബലക്ഷ്മി, ഭാരതരത്നം കിട്ടിയ പണ്ഡിറ്റ് രവിശങ്കർ, ഭാരതരത്നം കിട്ടിയ ഭീംസെൻ ജോഷി, അങ്ങനെ പത്മശ്രീയും പത്മഭൂഷണും പത്മവിഭൂഷണും നേടിയ നിരവധി എഴുത്തുകാർ, കലാകാരന്മാർ, കലാകാരികൾ, അങ്ങനെ ഞാൻ കണ്ടുമുട്ടിയവരും അവരുമായിട്ടുള്ള സംവേദനങ്ങളും അവരുമായിട്ടുള്ള അഭിപ്രായങ്ങളും അവരെ കുറിച്ചുള്ള എൻ്റെ ഓർമ്മകളും ഒക്കെ കൂടെ തുടരുന്ന എപ്പിസോഡ് 320 കടന്നിരിക്കുന്നു. 365 എപ്പിസോഡുകൂടി ഇത് നിർത്താനാണ് എൻ്റെ ഉദ്ദേശം. ഏകദേശം 2,04,325 പേർ ഈ പ്രോഗ്രാം കണ്ടു കഴിഞ്ഞു എന്നത് ചാരിതാർത്ഥ്യജനകമാണ്. അതിനുവേണ്ടി ഒരുപാട് ബ്രീഫുകൾ എഴുതി തന്നതും അതിനുവേണ്ടി റെഫറൻസൊക്കെ ഉണ്ടാക്കി തന്നതും ശ്രീ മുഹമ്മദ് സഹീർ പണ്ടാരത്തിലാണ്. അതും പറയേണ്ട ഒന്നാണ്. അങ്ങനെ കണ്ടുമുട്ടിയ കലാകാരന്മാർ, എണ്ണിയാലൊടുങ്ങാത്ത അത്രയും കലാകാരന്മാർ, നോബൽ സമ്മാനം കിട്ടിയ കെമിസ്ട്രി 2010 നോബൽ സമ്മാനം കിട്ടിയ വ്യക്തി, അങ്ങനെ നിരവധി പേരെ കാണാനും സംസാരിക്കാനും ഇടപഴകാനും ഒക്കെ കഴിഞ്ഞ ആ അനുഭവങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആധികാരികമായി ചിന്തിച്ചാൽ നമ്മളൊന്നുമല്ല, എന്തൊക്കെയോ ആണ് എന്ന് ചിന്തിച്ച് വിചാരിച്ച് കാലത്തിൻ്റെ മെതിയടി ചവിട്ടി താഴ്ത്തി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കരുതും നമ്മൾ എന്തൊക്കെയോ വലിയ സംഭവമാണെന്നും. പക്ഷേ ഒന്നുമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എൻ്റെ അനുഭവങ്ങളാണ് എൻ്റെ സൃഷ്ടികൾ. ഞാൻ എഴുതുന്ന കഥയായാലും ചെറുകഥയായാലും നോവലായാലും ആത്മകഥയായാലും എല്ലാം എൻ്റെ അനുഭവങ്ങളിലൂടെ, ഞാൻ പഠിച്ച വഴികളിലൂടെയാണ് ഞാൻ എഴുതപ്പെട്ടിട്ടുള്ളത്. അംഗീകരിക്കാതിരിക്കാം, ചിന്തിക്കാം, വിമർശിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ മനോവികാരത്തിന്, തോന്നലുകൾക്ക് വിട്ടുകൊടുക്കുന്നു. പക്ഷേ ഈ ജീവിതത്തിൽ നേട്ടങ്ങളെക്കാൾ
ഒരുപാട് ദുഃഖങ്ങൾ, ഒരുപാട് കണ്ണുനീർ ഈ ഭൂമിയിൽ വീണിട്ടുണ്ട്. എങ്കിലും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ കഴിഞ്ഞകാല അനുഭവങ്ങൾ, കഴിഞ്ഞകാല വൈഭവങ്ങൾ, നമ്മളിലുണ്ടാക്കുന്ന ചലനങ്ങൾ, അത് എങ്ങനെയാണ് നിങ്ങളോട് പറയുക? പലർക്കും ഇഷ്ടപ്പെടാതിരിക്കാം. അതൊക്കെ ഓരോ വ്യക്തികളുടെ ചിന്തയ്ക്ക് അനുസൃതമാണ്. പക്ഷേ ഞാൻ കണ്ട വ്യക്തികൾ, ഞാൻ പരിചയപ്പെട്ട വ്യക്തികൾ, ഞാൻ അറിഞ്ഞ വ്യക്തികൾ, അതെല്ലാം മനസ്സിൽ ഒരു കൊടുങ്കാറ്റ് പോലെ കടന്നു പോവുകയാണ്. ജീവിതം സുഭഗമായി തീരണം എന്നതാണ് ആഗ്രഹം. ഈ വർഷമെങ്കിലും ഒരു കുഞ്ച് ചലച്ചിത്രം സംവിധാനം ചെയ്യണം എന്നുള്ള ശ്രമത്തിൽ മുന്നോട്ട് കുതിക്കുകയാണ്. നടക്കാതിരിക്കാം. രണ്ടായാലും മനസ്സിന് സന്തോഷം മാത്രമേ ഉള്ളൂ. ഈ ജന്മനാളും ഈ രാവും കടന്നു പോകുന്നു. വീണ്ടും അടുത്ത പകലും അടുത്ത രാവും വരുന്നു. എന്നെ സ്നേഹിക്കുന്നവർക്ക്, എന്നെ അറിയുന്നവർക്ക്, എൻ്റെ സൃഷ്ടികൾ വായിക്കുന്നവർക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയും നമസ്കാരവും രേഖപ്പെടുത്തട്ടെ. ഇവിടെ ചുരുക്കുന്നു ഈ വാക്കുകൾ. നന്ദി, നമസ്കാരം.